നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശമാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ NS ഗാരേജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചൊരു ഗ്യാപ്പ് വന്നു പോയി നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് വീഡിയോകളും കാര്യങ്ങളും വണ്ടി റിവ്യൂസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ സിഗ്നൽ 350 അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 1.5 വർഷം ആവാനായി. അപ്പം 1.5 വർഷം ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിലുള്ള പോരായ്മകളും ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് പറയാം. എന്താ വെച്ചാൽ ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം മൈലേജ് തന്നെയാണ്. മറ്റ് പണ്ടത്തെ ബുള്ളറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്ററാണ്. മറ്റ് നമ്മുടെ മുന്നേയുള്ള സീരീസുകളിലൊക്കെ അവിടെ ആംബിയർ മീറ്ററാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്ററും അതിനൊപ്പം തന്നെ ഒരു ABS ഇൻഡിക്കേഷനും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു ഉപകാരമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യം അറിയാൻ പറ്റില്ലായിരുന്നു. അത് റിസർവ് ആണോ എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ റിസർവ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. അപ്പം അതനുസരിച്ച് നമുക്ക് ഫ്യൂൽ ചെയ്യാനും പിന്നെ അതൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ABSൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടൊരു യെല്ലോ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്ത് കിടക്കും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ ക്ലാസിക് സീരീസിനൊക്കെ നമുക്ക് അറിയുന്നതാണ്, മെറ്റാലിക് ഫിനിഷാണ്. നമ്മളെ എൻജിൻ മുതൽ ബാക്കി എല്ലാം ഒരു മെറ്റാലിക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിഗ്നൽ 350ക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൗഡർ കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ നമുക്കത് ഇപ്പോൾ ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് നമുക്കിവിടെ സർവീസ് അടുത്തിട്ടുണ്ട്, 4 സർവീസ് അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ 4 സർവീസാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലുള്ളത്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുത്തൻ വണ്ടി പോലെ തന്നെ ഉണ്ടാവും. അത് നമ്മുടെ എല്ലാ സൈഡും പക്ക ക്ലീൻ ആയിരിക്കും. മറ്റുള്ളത് നമുക്കറിയാം, നമ്മുടെ മെറ്റാലിക് ബോഡി ആകുമ്പോൾ ചെറിയൊരു ഗ്ലൈസിങ് കുറവും പിന്നെ നമ്മുടെ ബോൾട്ടിനും കാര്യങ്ങളും റസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു 1 ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഒരു ഗ്ലൈസിങ് നഷ്ടപ്പെടുന്നത് നമുക്ക് ബുള്ളറ്റിൻ്റെ ഒരു വലിയൊരു ശാപമായിരുന്നു. പണ്ടത്തെ വണ്ടികളുടെ ഒരു ശാപമായിരുന്നു. അത് മാറ്റിയിട്ട് പൗഡർ കോട്ടിങ്ങിലേക്ക് വന്നപ്പോൾ കൂടുതൽ നമുക്കൊരു കെയർ ചെയ്ത് നമുക്ക് കൊണ്ടുനടക്കാൻ ഒരു സുഖമായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ABSൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ബ്രേക്കിംഗ് എഫിഷ്യൻസീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS ആണ്. അതുപോലെ പണ്ട് നമ്മുടെ ബുള്ളറ്റുകളുടെ മെയിനായിട്ട് എല്ലാവരും പറയുന്നൊരു നെഗറ്റീവായിരുന്നു, ഇത്രയും വലിയൊരു വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വളരെ കുറവാണ് എന്നുള്ളൊരു പോരായ്മ എല്ലാവരും എടുത്ത് പറയുന്നൊരു കാര്യമായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് അതും ഡ്യുവൽ ചാനൽ ABSലേക്ക് ഈ ഒരു സിഗ്നൽ സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. സിഗ്നൽ സീരീസ് വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷത്തോളമായി. അപ്പം ആ ഒരു ടൈമിൽ തന്നെ ഡ്യുവൽ ചാനൽ ABS വന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി വളരെ പക്കയാണ്. നമുക്ക് ഒരു കംഫർട്ട് ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശമാണ്, നമ്മുടെ ക്ലാസിക് സീരീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സിഗ്നൽ സീരീസിന് ജർക്കിംഗ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സീരീസിനല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ധാരാളം ന്യൂജൻ വണ്ടികൾ ധാരാളം വന്നിട്ടുണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യില്ല. നമ്മുടെ പണ്ടത്തെ ക്ലാസിക് സീരീസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് വളരെ ജർക്കിംഗ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത്രത്തോളമാണ് എനിക്ക് ഈ ഒരു വർഷത്തോളം 1.5 വർഷത്തോളമായിട്ട് നമ്മൾ ഓടിച്ചപ്പോൾ തോന്നിയിരിക്കുന്ന ഒരു പോസിറ്റീവ് വശങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ മിസ്സിങ് ആണ്. അത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവാണ്. അത് എല്ലാ വണ്ടികൾക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 3 തവണയോളം ഞാൻ ഷോറൂമിൽ കയറ്റേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്.
കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല മിസ്സിങ് വന്നിട്ടുണ്ട്. ഓവർഫ്ലോ വന്നിട്ടുണ്ടായിരുന്നു. ഓവർഫ്ലോ വന്നു, അതുപോലെ തന്നെ മിസ്സിങ്ങും വന്നിട്ടുണ്ട്. 3 തവണ ഞാൻ നമ്മളെ ഷോറൂമിൽ കയറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങിയതാ, ടാങ്കിൽ കൂടെ വെള്ളം ഇറങ്ങിയതായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നോട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എനിക്കൊരു കൺവിൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ വണ്ടീൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഒരു 3 തവണ ആയിട്ടുള്ളൊരു മിസ്സിങ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു മഴ സീസൺ കഴിഞ്ഞതോടെ അതിനൊരു കുറവ് നമുക്കുണ്ട്. പിന്നെ മിസ്സിങ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി റിസർവിലായി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വണ്ടിക്ക് ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഫ്യൂൽ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നെഗറ്റീവാണ്. അത് ആ ഒരു മിസ്സിങ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഫ്യൂൽ ചെയ്തില്ലെങ്കിൽ ആ മിസ്സിങ് അവിടെ തന്നെ ഉണ്ടാവും. അത് വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ചെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള സൗണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ലൂബ് ചെയ്ത് എല്ലാ 500 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ലൂബ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ലൂബ് ചെയ്ത് മൊട്ട്യൂളിൻ്റെ ലൂബിങ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം, എങ്ങനെയാണ് ലൂബ് ചെയ്യേണ്ടത്, ബാക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വേറൊരു രീതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം ചെയിൻ്റെ ഭാഗത്ത് നല്ലൊരു രീതിയിലുള്ള സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. നല്ല സർവീസിൻ്റെ സമയത്ത് 2 തവണ ചെയിൻ്റെ ക്ലിപ്പ് മാറ്റിയിട്ടതാണ്, എന്നിട്ടും ഇപ്പോഴും ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പം 13,000 കിലോമീറ്ററിൻ്റെ ഏകദേശം അടുത്തായിട്ടുണ്ട്. ചെയിൻ്റെ ലൈഫ് നമ്മൾ നന്നായി കൊണ്ട് നടന്നാൽ ഏകദേശം ഒരു 20 to 25,000 ഉള്ളിൽ നമുക്ക് ചെയിൻ്റെ ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്, കമ്പനി പറയുന്നത്. ഏകദേശം ചെയിൻ മാറ്റുകയാണെങ്കിൽ ഒരു 4,000 മുതലൊരു 5,000 റേഞ്ചിൻ്റെ ഉള്ളിൽ ചെയിനും സോക്കറ്റിനും കൂടി ഏകദേശം ആവുന്നുണ്ട്. പിന്നെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള വേറൊരു നെഗറ്റീവ് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ വന്നു തുടങ്ങും. ഒരു 1 ഹവർ നമ്മുടെ ഡ്രൈവർക്കും ഒരു 1 ഹവർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവർക്കും ഏകദേശം നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാവും. സീറ്റിംഗ് പണ്ടത്തെ ബുള്ളറ്റിനേക്കാളും കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റിംഗ് ആണ് നമുക്ക് ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഉള്ളത്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ മൂന്നാർ നമ്മൾ കുറേ 2-3 തവണ നമ്മൾ ലോങ് റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാർ, ഊട്ടി, മൈസൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ റൈഡിന് പോകാറുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കണ്ടിന്യൂസ് റൈഡ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടിക്കൊരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ റൈഡ് തുടരുക എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ എടുത്തു പറയേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ലോങ് റൈഡിൽ വണ്ടിക്ക് ഹീറ്റിംഗ്, അതായത് എൻജിൻ സൈഡിൽ നിന്നുള്ള ഹീറ്റിംഗ് അതെല്ലാം ബുള്ളറ്റ് വണ്ടികൾക്കുള്ളതാണ്. അത് ഈ സീരീസിനും ഹീറ്റിംഗ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഒരു 1 ഹവർ കണ്ടിന്യൂസ് റൈഡിന് ശേഷം കുറച്ച് വണ്ടി ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് സൈഡാക്കി നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് റൈഡിങ് തുടരുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ BS4 മുതൽ ഫ്രണ്ട് ലൈറ്റും പാർക്കിംഗ് ലൈറ്റും ഓൺ ചെയ്യുന്ന സമയത്ത് ഓണായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാനിത് ഏകദേശം നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് ഏകദേശം ഒരു 2 തവണ മെയിൻ ലൈറ്റ് നമ്മൾ ഇതിനകം മാറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പാർക്കിംഗ് ലൈറ്റ് ഞാനും ഏകദേശം സർവീസിൻ്റെ ടൈമിൽ 2 തവണ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ LED മാറി. LED മാറിയ സമയത്ത് ഏകദേശം എനിക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 5-8 മാസത്തോളമായി ഞാൻ LED മാറിയിട്ട്. അതിനുശേഷം ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കധികം കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇത്രയാണ് ഏകദേശം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളെന്ന് പറയാൻ മെയിനായിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ ഈ സിഗ്നൽ. എൻ്റെ ഒരു യൂസർ റിവ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റുള്ളവർ പല രീതിയിൽ നമുക്ക് പറയാറുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചിലപ്പം എൻ്റെ വണ്ടിയുടെ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആവാം ഞാൻ ചിലപ്പം ഹൈലൈറ്റായി പറഞ്ഞത്. അപ്പോൾ പക്ഷേ മറ്റുള്ള വണ്ടികൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത്, അതായത് 1.5 വർഷം മുന്നേ എടുക്കുമ്പോൾ
ഏകദേശം വണ്ടിക്ക് 1,98,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓരോ സർവീസിനും എനിക്ക് ഏകദേശം ഫസ്റ്റ് സർവീസിനൊക്കെ എനിക്കൊരു 900 റുപ്പീസിനൊക്കെ അടുത്ത് വരുള്ളൂ. സെക്കൻഡ് സർവീസ് മുതൽ എനിക്ക് ഒരു 1,400-1,500 രൂപയുടെ ഒരു 2,000 രൂപയുടെ ഷോർട്ടായിട്ടുള്ള ഒരു എമൗണ്ടാണ് സെക്കൻഡ് തേർഡ് വന്നിരിക്കുന്നത്. ഇനി ഫോർത്ത് വരുന്നുള്ളൂ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം തേർഡ് സർവീസ് വരെ എനിക്കൊരു 2,000-ൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് സർവീസും തേർഡ് സർവീസും എനിക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഓയിൽ സിന്തറ്റിക് ഓയിലാണ് നമ്മളിപ്പം അവർ സജസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഷോറൂം സജസ്റ്റ് ചെയ്യുന്നത് സിന്തറ്റിക് ഓയിലാണ്. അതുകൊണ്ട് തന്നെ 6,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഒരു 2.5 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2.5 ലിറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, പിന്നെ വണ്ടിയുടെ എങ്ങനെയൊക്കെ കെയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലരും പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സ്ട്രക്ചർ കാര്യങ്ങൾ, ഇതിൽ മറ്റു വണ്ടിയായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ, അതൊക്കെ ഓൾറെഡി നമ്മളെ യൂട്യൂബിൽ തന്നെ ധാരാളം ആൾക്കാർ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അതിലേക്ക് ഒന്നും നമ്മൾ കൂടുതലായിട്ട് കയറി ചെല്ലുന്നൊന്നുമില്ല. നമ്മളൊരു ജസ്റ്റ് നമ്മളൊരു യൂസർ റിവ്യൂ എന്നുള്ളത് മാത്രമായിട്ട് ഈ ഒരു വീഡിയോനെ നിങ്ങൾ കണ്ടാൽ മതി. കൂടുതൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അതല്ല വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മളെ വീഡിയോ മാറ്റണോ, നമ്മളെ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അത്തരം കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നമ്മുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം നമ്മളിപ്പം വീഡിയോയ്ക്ക് ധാരാളം പോരായ്മകളുണ്ടെന്ന് നന്നായിട്ടറിയാം. ആ പോരായ്മകളൊക്കെ നികത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ബൈ.